നമസ്കാരം. ഞാൻ നിൽക്കുന്നത് വയനാട് ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്താണ്. ഈ കേശവൻ മെമ്മോറിയൽ ആശുപത്രിയുടെ അടുത്താണ്. ഈ കേശവൻ മെമ്മോറിയൽ ആശുപത്രിയുടെ അവസ്ഥ പരമദയനീയമാണ്. കെട്ടിടങ്ങളെല്ലാം തകർന്ന് വീഴാറായ നിലയിലാണ്. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ പുറവശം നോക്കിക്കഴിഞ്ഞാൽ കാട്ടുവള്ളികൾ പടർന്ന് ഈ കെട്ടിടം വിഴുങ്ങാൻ ഒരുങ്ങുകയാണ്. ആ അവസ്ഥയായിട്ടും ഇതുവരെ ഇവിടെ ഒരു ജനപ്രതിനിധി പോലും ഇത് കാണുന്നില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്താ ഇതാണ് ഈ വയനാട് ഗവൺമെൻറ് ആശുപത്രിയുടെ മുൻവശമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഈ സൺഷെയ്ഡുകളെല്ലാം പൊട്ടി തകർന്ന് വീണത്. എ സി ഒക്കെ തുടുകട്ട വെച്ചിട്ടാണ് കയറ്റി വെച്ചത്. എന്തായാലും ഇത്രയും തകർച്ച വന്നിട്ടും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു എത്രയോ വർഷങ്ങളായി മെയിൻ്റനൻസ്. ഇതാണ് അതിന് മുൻവശം കാണുന്നത്. മുൻവശം കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ സൺഷെയ്ഡുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ ചേർന്ന് തന്നെയാണ് ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ളത്. അതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇത് കണ്ടല്ലോ, ഇതാണ് ഈ വയനാട് ആശുപത്രിയുടെ പുറകുവശത്തെ അവസ്ഥ. എന്നുവെച്ചാൽ കാട്ടുവള്ളികൾ കയറി അങ്ങ് മൊത്തത്തിൽ ഈ ആശുപത്രി വിഴുങ്ങാനൊരുങ്ങുക. മുൻവശത്ത് നോക്കുമ്പോൾ ഇവിടെ നല്ല ബോർഡൊക്കെയാണ്, കാണാനൊക്കെ നല്ല ബെറ്ററാണ്. പക്ഷേ ഈ ആശുപത്രി ഉള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വരെ ആയിട്ടും ഈ ആശുപത്രിക്ക് എന്താണ് ഇങ്ങനൊരു അവസ്ഥ വന്നത്? വയനാട് ഗവൺമെൻറ് ആശുപത്രിയുടെ ദുരിതാവസ്ഥയെപ്പറ്റി പറയാനും സി കേശവ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ തകർന്ന് തകർച്ചയുടെ വക്കിലായി അതിനകത്ത് രോഗികൾ പോലും കയറാൻ വയ്യാത്ത എപ്പോൾ വേണമെങ്കിലും സൗഹാർദ്ദം കുട്ടികളെ സൂക്ഷിക്കുന്നത് എല്ലാം വളരെ ഗമനീയമായുള്ളൊരു ആശുപത്രിയായിരുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ മണ്ണടിഞ്ഞ് കിടക്കുന്ന ഒരു ആശുപത്രി മാത്രമാണ്. ആശുപത്രി നിർമ്മിച്ച കാലഘട്ടം മുതൽ മുമ്പും കുറേ ആശുപത്രികൾ വയനാടും കൊല്ലം ജില്ലയിലേക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ഉയർച്ചയിലുമായി അറിയപ്പെടുന്ന നല്ല ഒരു മരുന്നും ചികിത്സയും കാര്യങ്ങളും ആശുപത്രി. ഇത് തകർച്ചയുടെ വക്കിലാണ്. ഇത് എന്ത് പറ്റി? തകർച്ച തന്നെ മൊത്തം പൊളിഞ്ഞു വീഴാറായ കംപ്ലീറ്റ് പൊളിഞ്ഞു കയറായി. എപ്പോഴും അതിനകത്ത് അപകടം സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ചോദിച്ചത്, ഇത് ജനപ്രതിനിധികളൊന്നും കാണുന്നില്ലേ? ജനപ്രതിനിധികൾ കാണുന്നതിന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ അടച്ചിട്ട് എന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയോ ഇതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതെങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് ഈ നാട്ടിലേക്ക് ഒരു അത്യാവശ്യമായതിൻ്റെ പേരിൽ ഇതൊരു പുരോഗതിയിലെത്തിച്ച് അത്യാവശ്യമായിട്ടൊരു പുനർനിർമ്മാണം ചെയ്യണമെന്ന് അറിയിക്കുകയാണ്.